എത്ര പേര് സഹോദരങ്ങളെ ചെയ്യുന്നുണ്ട്? കടബാധിതരായി കടമുള്ളവരായി മരിച്ചു പോകുന്നല്ലോ. അതാ ഞാൻ പറഞ്ഞത് എന്തിനാണ് രാവും പകലുമില്ലാതെ കഷ്ടപ്പെടുന്നത്? അതെന്റെ പൊന്നുമോന് വേണ്ടി, പൊന്നുമോക്ക് വേണ്ടി കേട്ടാ. എന്തിനാണ് ഇനിയും ഉറങ്ങാതെ ഉണ്ണാതെ നിങ്ങൾ കഷ്ടപ്പെടുന്നത്? അതെന്റെ പൊന്നുമക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഈ വാപ്പ നാളെ മരണപ്പെട്ട് കബറിൽ പോയാൽ കബറിൽ കിടന്ന് പറയുന്നത് തമുറു അഖാരിബി ജനബാതി കബിരി കഅന്ന അഖാരിബി ലം യഅരിഫൂനി വദുൽ മീറാസി യഖ്തസിമൂന മാലി വമാ യഅലൂന അൻ ജഹദൂദുയൂനി. രാവും പകലുമില്ലാതെ ഉണ്ണാനും ഉറങ്ങാനും സമയമില്ലാതെ എന്നും കഷ്ടപ്പാടാണ്. എന്തിനാണ് കാക്ക? അതെന്റെ മക്കള് വളരട്ടെ, എന്റെ മക്കള് ജീവിക്കട്ടെ, അവരൊന്നും അറിയാതെ ജീവിക്കട്ടെ, അവരല്ലലില്ലാതെ അലട്ടലില്ലാതെ ജീവിക്കട്ടെ. ഇത് പറഞ്ഞ് നീ കഷ്ടപ്പെടുമ്പോൾ പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോൾ നീ മൺവട്ടിയും കൊണ്ട് പാടത്താണ്. നീ പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോ നീ വളയം പിടിച്ച് റോഡിന്റെ നടുക്കാണ്. പൊന്നുമോനെ സഹോദരാ, നീ മരണപ്പെട്ടു പോകുന്ന സമയത്ത് ഖബറിൽ കിടന്ന് നീ പറയുമല്ലാ തമുറു അഖാരിബി ജനബാതി കബിരി. അല്ലാഹുവേ, വെള്ളിയാഴ്ച പള്ളിയിലെ ജുമയ്ക്ക് വരുന്ന എന്റെ പൊന്നുമോൻ എന്റെ ഖബറിനടുത്തൂടെ പോയാലോ കഅന്ന അഖാരിബി ലം യഅരിഫൂനി, എന്നെ അറിയാത്തതുപോലെ നടന്നു പോവുകയാ. എടാ വാപ്പയാണ് ഈ കിടക്കുന്നത്, ഒരു സലാം ചൊല്ലിത്താ മോനെ, ഒരു സലാം ചൊല്ലടാ. ആ മകൻ പറയൂല. ആ മകൻ മുണ്ടും മടക്കി കുട്ടി സിഗരറ്റും വലിച്ച് നീ കട്ടപ്പെട്ടുണ്ടാക്കിയ സുഖിച്ച് രസിച്ച് ആ മകൻ നിന്റെ ചാരറ്റ കൂടെ പോകുന്നു. നീ കിടന്ന് പറയുന്നു, അല്ലാഹുവേ, എന്റെ പണം മുഴുവനും അവന് വീതിച്ചെടുത്തു, എന്റെ അനന്തരമെടുത്തു. എനിക്ക് എത്ര രൂപ കടമുണ്ടായിരുന്നു, ഒരു പൈസ കൊടുത്തവന് കടം വീട്ടിയിട്ടില്ല. സഹോദരങ്ങളെ, നമ്മളെങ്ങനെ മരിച്ചാലും ഒരു രൂപ കടമുള്ളവരായി മരിക്കല്ലേ. ആലുവയിലെ തോട്ടുമുഖത്തുള്ള സഹോദരങ്ങളെ, ഞാനിന്ന് പ്രസംഗം കഴിഞ്ഞ് മടങ്ങി എന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അല്ലാഹ് കാക്കട്ടെ, ദുആ ചെയ്യണേ സഹോദരങ്ങളെ. ഞാൻ എന്റെ വീട്ടിലെത്തിയില്ലെങ്കിൽ ഞാൻ കൊടുക്കാനുള്ള കടം അവശേഷിക്കുന്ന രീതിയിൽ ഞാൻ മരിച്ചുപോയാൽ മദീനത്തു പള്ളിയിലെ റസൂലുള്ളാന്റെ പള്ളിയിൽ മയ്യത്ത് കൊണ്ടുവന്നാൽ നബി തങ്ങൾ ചോദിക്കൂല, ഇവൻ നിസ്കാരം ഉണ്ടായിരുന്നോ, ഇവൻ നോമ്പ് പിടിച്ചിട്ടുണ്ടോ, ഇവൻ സൽക്കർമ്മം ചെയ്തിട്ടുണ്ടോ, ഇവൻ സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? ഒരാളോടും ചോദിച്ചിട്ടില്ല. നബി തങ്ങളുടെ മുന്നിലും മയ്യത്ത് കൊണ്ടുവരുമ്പോൾ ആയിഷാ ബീവിയുടെ വീട്ടിൽ നിന്ന് റസൂലുള്ള പുറത്തിറങ്ങിയിട്ട് ആളുകളോട് ചോദിക്കും, ഇങ്ങ് വന്നേ, ഈ കൊണ്ടുവന്ന മയ്യത്തിന് കടം വല്ലതുകൊണ്ടോ? ഇല്ല എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് റസൂല് മദീനത്തെ പള്ളിയിൽ വരും, നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കും. ഇനി ആരെങ്കിലും പറയുന്നു, നബിയേ, ഈ മനുഷ്യന് മരിച്ചപ്പോൾ കടമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാ റസൂല് പെട്ടെന്ന് വീട്ടിനകത്തേക്ക് കയറിയിട്ട് പറയും, ഞാൻ നിസ്കരിക്കൂല, ഞാൻ അവന് വേണ്ടി നിസ്കരിക്കൂല. സഹോദരങ്ങളെ, ചിന്തിക്കണേ, കടമെന്ന് പറയുന്ന നിസ്സാരമല്ല. ദീനാർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ദീനാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദീൻ നാറ്, രണ്ട് വേടുകളുടെ, രണ്ട് പദങ്ങളുടെ സംജ്ഞയാണ് ദീനാറ് എന്ന് പറഞ്ഞാല് കടം വാങ്ങിയിട്ട് കൊടുക്കല് ദീനാണ്, കൊടുക്കാതിരിക്കുന്നവന് നാറുന്നവൻ നരകത്തിലാണ്. ചിന്തിക്കണേ സഹോദരങ്ങളെ. ഇന്നും ഹദീസുണ്ട് കടക്കാരനെ പറ്റിയിട്ടുള്ള ഹദീസുകള്. എന്തിനേറെ അള്ളാന്റെ വിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകളിൽ ഏറ്റവും വലിയ ആയത്ത് ഏതാണെന്ന് ഒരാൾ ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? ഏറ്റവും വലിയ ആയത്ത് അതേതായത്താ? ഏത് സൂറത്തിലാണ്? അത് നമ്മൾ പഠിക്കണം. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്, അത് നമ്മൾ പഠിച്ചിരിക്കണം. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് ആയത്തുദ്ദൈൻ, കടത്തെ പറ്റി പറയുന്ന ആയത്താണ്. സൂറത്തുൽ ബഖറയിൽ, സൂറത്തുൽ ബഖറയിൽ കടത്തെ സംബന്ധിച്ച് പറയുന്ന ആയത്താണ്. ഒറ്റ പേജുണ്ട് ഒരായത്ത്. അത് നമ്മൾ പഠിച്ചിരിക്കണം. ആരെങ്കിലും ചോദിക്കാൻ ഏറ്റവും വലിയ ആയത്ത് എന്തിനെ സംബന്ധിച്ചാണ്? അത് കടവുമായി ബന്ധപ്പെട്ടുള്ള ആയത്താണ്. സഹോദരങ്ങളെ, മരിക്കുന്ന സമയത്ത് കടമായി മരിക്കരുത്. അതുകൊണ്ട് നമ്മൾ കൊടുത്തു വിടുക. അവനെ കാണുമ്പോൾ മാറി നിൽക്കുക, അവൻ വരുമ്പോൾ അങ്ങോട്ട് മാറി സഞ്ചരിക്കുക. ഇതൊക്കെ നമുക്ക് ഇവിടെ രക്ഷപ്പെടാം. മരിക്കുന്ന സമയത്ത് ഒരു രക്ഷയുമില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.